ഒരു സാധാരണക്കാരന്, നമ്മളെ പോലെയുള്ള ഒരു സാധാരണക്കാരന് 5 കോടി രൂപ അസറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ സ്ക്രീനിൽ നോക്കുമ്പോഴത്തേക്കും 5 crores നമുക്ക് കൊടുക്കാം. അപ്പോൾ 5 കോടിയാണ് ഇത് ടാർഗറ്റ് വാല്യൂ എന്ന് പറയുന്നത്. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് 10 lakhs കൊടുക്കാം. 15,000 ആയിരിക്കും നമ്മുടെ മന്ത്ലി സേവിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ബിറ്റ്വീൻ 12 to 15% ആണ് റിട്ടേൺസ് കൊടുത്തിട്ടുള്ളത്. ഓവർ ദ ലാസ്റ്റ് 10 years നമുക്ക് 12% നമുക്ക് കൊടുക്കാം. അപ്പോൾ എത്ര വർഷം എടുക്കും എന്നുള്ളതാണ് നമുക്ക് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. 25 years എടുക്കും 5 crores ഉണ്ടാക്കാനായിട്ട്. ഓക്കെ, ഗ്രോത്ത് റേറ്റ് 15% ആണെങ്കിൽ ക്ലോസ് ടു 20 years എടുക്കും 5 crore എത്തിക്കാൻ. ഇനി നിങ്ങൾ 25 കൊടുത്തു നോക്കി, അതായത് 50% ഓഫ് യുവർ സാലറി സേവ് ചെയ്യുകയാണെന്ന് വിചാരിച്ചോ. അപ്പോൾ 21 years മാറി 19 years ആയി മാറി. ദാറ്റ് ഇസ് സംവെയർ ബിറ്റ്വീൻ 18-19 years എടുക്കും നിങ്ങൾ ഒരു 5 crores എന്ന് പറയുന്ന ഡ്രീം ഫിഗർ എത്താൻ. 50,000 rupees സാലറി ഉള്ള ഒരാളാണെങ്കിൽ. ഓക്കെ, അപ്പോൾ നമുക്കിനി 1.5 lakhs സാലറി ഉള്ള ഒരാളുടെ അസംഷൻ നമുക്ക് നടത്താം. അപ്പോൾ 25 lakhs നമുക്ക് സേവിങ്സ് ആയിട്ട് നമുക്ക് എക്സിസ്റ്റിംഗ് സേവിങ്സ് ആയിട്ട് കൊടുക്കാം. മന്ത്ലി സേവിങ്സ് എന്ന് പറയുന്നത് 50,000 ആണല്ലോ, കാരണം നമ്മൾ 30% ആണല്ലോ സേവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 50,000 മന്ത്ലി കൊടുക്കാം. അപ്പോൾ അങ്ങനെ വരും പുള്ളിക്ക് 14 yearsനുള്ളിൽ പുള്ളിക്ക് 5 crores എന്ന് പറയുന്ന ഡ്രീം ഫിഗർ പുള്ളിക്ക് എത്തിക്കാൻ പറ്റും. ഇനി 12% ആണ് പുള്ളിയുടെ ക്ലോക്ക് ചെയ്യാൻ പോകുന്ന റിട്ടേൺസ് എന്ന് ആണെങ്കിൽ അത് ക്ലോസ് ടു 17 yearsൽ പുള്ളി എത്തിക്കും. ഇതിനകത്ത് വേറെ അസംഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ പറയുന്ന പോലെ 50% നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതായത് 75,000 പുള്ളിക്ക് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ 12% തന്നെ 14 yearsനുള്ളിൽ പുള്ളി എത്തും. 5 crores എന്നുള്ള ഡ്രീം ഫിഗർ 12 yearsലാണ് പുള്ളി എത്തുന്നത്.